അടുത്തിരിക്കുന്ന ദൈവത്തെ കാണുവാൻ കഴിയാതെ അനേകരും ദൈവത്തെ തപ്പി നടക്കുന്ന ഒരു കാലഘട്ടത്തിലാകുന്നു ഞാനും നിങ്ങളും ഇന്ന് ജീവിക്കുന്നത്. Today we are meant in life in a dispensation in which man is not able to find out this a true God, and therefore he is making every attempt to feel and find him out. അപ്പോൾ തന്നെ നമ്മുടെ മനസ്സിലൊരു ചോദ്യം വരും, ആരാണ് സത്യദൈവം എന്ന് പറയുന്നത്? Meanwhile a question might come to your conscience, who is this true God? 17-ാം അധ്യായത്തിൽ 24-25 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ Chapter 17 verses 24 and 25. സത്യദൈവത്തിന്റെ 4 യോഗ്യതകളെ കുറിച്ച് വിശുദ്ധ പൗലോസ് അവിടെ പരാമർശിക്കുന്നു. Saint Paul highlights 4 important characteristics of the true God. അവിടെ നമ്മൾ വായിക്കുന്നത് ദൈവവും ലോകവും അതിലുള്ളതൊക്കെയും ഉണ്ടാക്കിയവനാണെന്ന് വായിക്കുന്നു. First we read, it is the God who made the world and all the things therein. രണ്ടാമത് അവൻ സ്വർഗ്ഗത്തിനും ഭൂമിക്കും നാഥനാകുന്നു എന്ന് വായിക്കുന്നു. Secondly, he is the Lord of heaven and the earth. മൂന്ന്, അവർ സകലർക്കും ജീവനും ശ്വാസവും കൊടുക്കുന്നവനാകുന്നു എന്ന് വായിക്കുന്നു. Thirdly, he is not gives breath and life to all things. നാലാമത് മനുഷ്യ കൈകളാൽ ശുശ്രൂഷ ആവശ്യമില്ലാത്തവനാകുന്നു എന്നും അവിടെ വായിക്കുന്നു. Fourth, it is written, and neither is worshipped with man's hands. അപ്പോസ്തലപ്രവൃത്തി 17-ാം അധ്യായത്തിന്റെ 24-25 വാക്യങ്ങൾ വായിച്ചു. Acts Apostle chapter 17, let's read verses 24 and 25. ലോകവും അതിനുള്ളത് ഒക്കെയും ഉണ്ടാക്കിയ ദൈവം സ്വർഗ്ഗത്തിനും ഭൂമിക്കും നാഥനാകൊണ്ട് കൈപ്പണിയായ ക്ഷേത്രങ്ങളിൽ വാസം ചെയ്യുന്നില്ല. താൻ എല്ലാവർക്കും ജീവനും ശ്വാസവും സകലവും കൊടുക്കുന്നവൻ ആകയാൽ വല്ലതിനും മുട്ടുള്ളവൻ എന്ന പോലെ മാനുഷ്യ കൈകളാൽ ശുശ്രൂഷ ആവശ്യപ്പെടുന്നില്ല. ആകയാൽ ദൈവം ലോകവും അതിലുള്ളതൊക്കെയും ഉണ്ടാക്കിയവനാകുന്നുവെന്ന് പ്രാരംഭമായി അവിടെ കാണുന്നു. Introductorily it is noticed, God created the heaven, the earth and all the things therein. അവർ സ്വർഗ്ഗത്തിനും ഭൂമിക്കും നാഥനാകുന്നു എന്ന് പറയുമ്പോൾ അവർ സ്വർഗ്ഗത്തിനും ഭൂമിക്കും കർത്താവാകുന്നു എന്നിവിടെ വായിക്കുന്നു. As it is mentioned, he is the God of the heaven and earth. Again it is reiterated, he is the Lord of everything. സകലർക്കും ജീവനും ശ്വാസവും അവൻ ആവശ്യമുള്ളതൊക്കെയും അവൻ കൊടുക്കുന്നവനാകുന്നു എന്നവിടെ വായിക്കുന്നു. He is the one who is supplying life, breath and all the required things to all. ആകയാൽ ദൈവം സൃഷ്ടാവാണ്, God is the creator. ദൈവം ജീവദാതാവാണ്, God is the Lord of life. ദൈവം സർവശക്തനാണ്, God is omnipotent. ദൈവം സർവവ്യാപിയാണ്, God is omnipresent. ദൈവം സർവജ്ഞാനിയാണ്, God is omniscient. ദൈവം പരിശുദ്ധനാണ്, God is holy. ദൈവം നിത്യനാകുന്നു. God is everlasting. ഇതാകുന്നു ദൈവത്തിന്റെ സ്വഭാവം എന്ന് പറയുന്നത്. These are all the characteristics of God. എന്നാൽ ഇന്ന് ലോകത്തിൽ മനുഷ്യൻ എന്താണ് ചെയ്യുന്നത്? In the present world, what is man doing today? ഈ ദൈവത്തിന്റെ സ്വഭാവങ്ങൾ ഇല്ലാത്തവയെ ദൈവമെന്ന് സങ്കല്പിച്ച് ആരാധിക്കുകയാണ് ചെയ്യുന്നത്. Imagining things which do not have the real characteristics of God, this man worships them. റോമാലേഖനം 1-ാം അധ്യായം 23-ാം വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ Coming to the epistle of Romans, chapter 1, verse number 23. അവിടെ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു. Thus we come to read. അവർ അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ ക്ഷയമുള്ള മനുഷ്യന്റെ രൂപമാക്കി തീർച്ചു. They changed the glory of the uncorruptible God in an image made into corruptible man. അക്ഷയനായ ദൈവത്തിന്റെ സ്ഥാനത്ത് ക്ഷയമുള്ള മനുഷ്യന്റെ രൂപങ്ങൾ ഉണ്ടാക്കി അതിനെ ആരാധിക്കുവാൻ തുടങ്ങുന്നു. In the place of the incorruptible God, these people make images and idols, and they install the same and worship them. എന്തിനേറെ പറയുന്ന ക്രിസ്തീയ ഗോളവും ഇന്ന് ഈ നിലവാരത്തിൽ വിഗ്രഹാരാധനയുടെ അടിമത്തത്തിൽ അകപ്പെട്ടിരിക്കുകയാണ് ചെയ്യുന്നത്. Sad to say, in the present world, even Christian denominations are plunged into idol worship. ലോകത്തിന്റെ ഓരോ മേഖലകളിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോഴും അവിടെയൊക്കെ ദൈവങ്ങളെ സൃഷ്ടിക്കുന്ന കാഴ്ച നമുക്ക് കാണുവാൻ സാധിക്കും. When you focus attention on the different spheres of life, we notice everywhere gods are made. ക്രിക്കറ്റ് ലോകത്ത് ക്രിക്കറ്റ് ദൈവങ്ങളുണ്ട്. In the cricket world, there's a god of cricket. ഫുട്ബോൾ ദൈവങ്ങളെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നു. People keep on worshipping football gods. സിനിമാ താരങ്ങളെ ദൈവങ്ങളാക്കി ആരാധിച്ചുകൊണ്ടിരിക്കുന്നു. Matinee idols are worshipped as gods. അവർക്ക് വേണ്ടി വിവിധങ്ങളാകുന്ന ക്ഷേത്രങ്ങൾ പണികഴിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. For them, different kinds of temples are also being built. ഈ നിലവാരത്തിൽ മനുഷ്യന്റെ ആരാധന വിവിധ ഭാഗങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ പിശാച് മനുഷ്യനെ അടിമപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. In such a fashion, as the human worship is going to different ways, thereby the devil is enslaving man. ദൈവത്തിന് ലഭിക്കേണ്ട ആരാധന പിശാച് മറ്റ് പലരിലേക്കും തിരിച്ചുവിട്ട് മനുഷ്യനെ മറ്റ് പലതിനും അടിമകളാക്കി തീർക്കുകയാണ് ചെയ്യുന്നത്. The worship that is really due to God, the devil is now diverting, channelizing strange gods, and man is made to worship gods which are not really gods. അപ്പോൾ തന്നെ മനുഷ്യൻ നശ്വരമായ പലതിനും അടിമകളായി ജീവിക്കുന്ന കാണുവാൻ സാധിക്കും. Meanwhile, man is enslaved to different things which are destructible. ഫിലിപ്പി ലേഖനം 3-ാം അധ്യായം 19-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ Philippians chapter 3 verse
number 19. ക്രൂശിന് ശത്രുക്കളായി നടക്കുന്ന ഒരു കൂട്ടരെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. We read about a group of people who are enemies to the cross. അടുത്തതായി പറയുന്നത് അവരുടെ ദൈവം വയറ് എന്ന് പറയുന്നു. Further it is mentioned their God is their belly. അവരുടെ ദൈവം വയറ് എന്ന് പറയുന്നു. Their God is their belly. എന്നുവെച്ചാൽ ഭോജനപ്രിയരായി നടക്കുന്ന ഒരു കൂട്ടരെ കാണുവാൻ Which സാധിക്കും. means we notice a group that is not for fighting. ഏറ്റവും ഡെലീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക, Having delicious food, ഏറ്റവും പുതിയ ഫുഡ് കഴിക്കുക, having nutritious food. ഈ നിലവാരത്തിൽ ഭക്ഷണത്തെ ദൈവമായി കണ്ട് ജീവിക്കുന്ന ഒരു സമൂഹത്തെ ആധുനിക ലോകത്തിൽ നമുക്ക് കാണുവാൻ In സാധിക്കും. the modern world we come across a part of people that's giving importance of fighting. വിശേഷം പട്ടണങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ ഈ നിലവാരത്തിൽ ജീവിക്കുന്ന അനവധി ജനങ്ങളെ നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കും. Particularly when we observe the cities, we notice plenty of people who follow such a fashion. ചിലർ സമ്പത്തിനെ ദൈവത്തെ പോലെ കണ്ട് അതിന് അടിമകളായി ജീവിക്കും. Further, some people consider wealth and give importance to them, considering them God. ചിലർ സംഗീതത്തിന് ദൈവത്തിന് സ്ഥാനം കൊടുത്ത് സംഗീതത്തെ ഉപാസിക്കും നമുക്ക് കാണുവാൻ സാധിക്കും. Some people give prominent importance to music, and that is portrayed their gods. മറ്റു ചിലർ വളർത്ത് മൃഗങ്ങൾക്ക് ദൈവത്തിന് സ്ഥാനം കൊടുത്ത് വളർത്തു മൃഗങ്ങളെ അത്രത്തോളം ഓമനിക്കുകയും ദൈവത്തെക്കാൾ സ്നേഹിക്കുകയും ചെയ്യുന്ന കാണുവാൻ സാധിക്കും. Some people attach primary significance to pet animals, and they are worshipped as gods. ചിലർ മാനുഷിക ബന്ധങ്ങൾക്ക് ദൈവത്തെക്കാൾ മൂല്യവും സ്ഥാനവും കൊടുത്ത് ആരാധിക്കുന്നു. Some people give more importance to human values more than worship unto God. ചിലർ ദൈവത്തെക്കാൾ മക്കളെ സ്നേഹിക്കുന്നു. Some people love their children more than God. ചിലർ ദൈവത്തെക്കാൾ ഭർത്താവിനെ സ്നേഹിക്കുന്നു. Some love their husbands more than God. ചിലർ ദൈവത്തെക്കാൾ ഭാര്യയെ സ്നേഹിക്കുന്നു. Some love their wives more than God. ചിലർ ദൈവത്തെക്കാൾ മാതാപിതാക്കളെ സ്നേഹിക്കുന്നു. Some love their parents more than God. ചില സുഹൃത്തുക്കളെ സ്നേഹിക്കുന്നു. Some love their friends more than God. പക്ഷെ ഒരു യാഥാർത്ഥ്യം നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കിക്കൊള്ളണം. Basically, he must comprehend the truth. ഇവയൊന്നും ദൈവങ്ങളല്ല എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കുക. None of these things is God. That's what you have to understand. ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം നമ്മൾ ഇവയ്ക്ക് കൊടുക്കുമ്പോൾ നമ്മളൊരു അടിമത്തത്തിലേക്ക് നീങ്ങുകയാണ് ചെയ്യുന്നത്. God may give the honor which is due to God to these things. We are gradually slipping into a captivity. ഇന്ന് ലോകത്തിൽ ഈ നിലവാരത്തിൽ സ്വഭാവത്തിൽ ദൈവമല്ലാത്തവയ്ക്ക് അടിമപ്പെട്ട് ജീവിക്കുന്ന അനേകരെ നമുക്ക് കാണുവാൻ സാധിക്കും. In the present world we come across millions of people who are worshipping gods which are by nature not truly gods. കഴിഞ്ഞ രാത്രി ഞാൻ ഓർപ്പിച്ചതുപോലെ ചിന്തിച്ചാൽ അത് പിശാചിന്റെ ഒരു പ്രവൃത്തിയാണെന്ന് കാണുവാൻ സാധിക്കും. Last night as I reminded you, when we think about this we understand that's a work of the devil. മനുഷ്യനെ പാപത്തിന് അടിമപ്പെടുത്തുന്നത് പിശാചാണ്. Captivating man by force of sin is the work of the devil. മനുഷ്യനെ മരണഭയത്തിന് അടിമപ്പെടുത്തുന്നതും പിശാചാണ്. It is the devil who is enslaving man to the spirit, to the fear of death. ജീവനുള്ള ദൈവത്തെ ആരാധിക്കാതെ വണ്ണം സ്വഭാവത്തിൽ ദൈവമല്ലാത്തവയിലേക്ക് മനുഷ്യനെ കൊണ്ടുപോയി അവരെ അടിമപ്പെടുത്തുന്നതും പിശാച് തന്നെയാണെന്ന് കാണുവാൻ സാധിക്കും. Man is doing the state in which he is worshipping gods which are not really gods, again whereby the devil is captivating man. വിശേഷ ഭാരതത്തിൽ ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം, Particularly concerning we who are the citizens of India. ദൈവമക്കളെ നമ്മൾ ഭാരതത്തിന് വേണ്ടി വളരെ പ്രാർത്ഥിക്കുവാൻ കടപ്പെട്ടവരാണ്. We who are the people of God much obliged to pray for India. ഈ അടുത്ത ദിവസം തന്നെ കേന്ദ്രത്തിലെ ഒരു ക്യാബിനറ്റ് മന്ത്രി ആൾ ദൈവങ്ങൾ വർദ്ധിച്ചു വരുന്നതിന്റെ അപകടാവസ്ഥയെക്കുറിച്ച് ഒരു പ്രസ്താവന നടത്തിയത് പത്രത്തിൽ നിങ്ങൾ വായിച്ചു കാണുമല്ലോ. Recently, one of the cabinet ministers made a statement concerning the multiplicity of man gods these days. ഭാരതത്തിൽ കോടിക്കണക്കിന് ജനങ്ങൾ വഞ്ചിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. Millions of citizens of this country are being deceived. അങ്ങനെ പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരായി തീരും. Therefore, beloved people of God, we are much obliged to pray for them too. സ്വഭാവത്തിൽ ദൈവമല്ലാത്തവയ്ക്ക് അടിമപ്പെട്ടിരിക്കുന്ന സത്യം തിരിച്ചറിയട്ടെ. By nature, truly not gods, but this will worship. They must comprehend the truth. അവർ സത്യദൈവത്തിലേക്ക് മടങ്ങി വരുവാനിടയായി തീരട്ടെ. They must come back to the true God. അങ്ങനെ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കുന്നവരായി. Therefore, we must pray unto God. മനുഷ്യനെ അടിമപ്പെടുത്തുന്ന മറ്റൊരു വിഷയമാകുന്നു അജ്ഞത എന്ന് പറഞ്ഞിരിക്കുന്നത്. Ignorance is another subject which also captivates man. അജ്ഞതയും ഒരു അടിമത്തമാകുന്നുവെന്ന് തിരുവെടുത്ത് നമ്മെ പഠിപ്പിക്കും. The word of God teaches ignorance is also a slavery. ആത്മീക ലോകത്തും ഭൗമിക ലോകത്തും ഒരുപോലെ ഈ അറിവിൽ വളർച്ചയില്ലാത്ത ഒരു സമൂഹത്തെ നമുക്ക് കാണുവാൻ സാധിക്കും. In the spiritual as well as literal world, we come across a society that is attaining the spiritual growth. അജ്ഞത എന്ന് പറയുമ്പോൾ അറിവില്ലാത്ത അവസ്ഥയല്ല, അറിവിൽ വളർച്ചയില്ലാത്ത അവസ്ഥയാണ്. Ignorance is not the state of not having proper knowledge, it's a state of not having proper growth in knowledge. അറിവിൽ വളർച്ചയില്ലാത്ത അവസ്ഥയും ഒരു അടിമത്തമാണെന്ന് തിരുവെടുത്ത് To some extent is a captivity in the light of the word of God. തിരുവെടുത്ത് അതിന് പ്രയോഗിച്ചിരിക്കുന്ന വാക്ക് ആദ്യ പാഠങ്ങൾക്ക് അടിമപ്പെടുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. The word of God is a particular phrase that is rudiments of the world, beggarly elements. ഗലാത്യലേഖനം 4:9 വരുമ്പോൾ Galatians chapter 4 verse number 9. ബലഹീനവും ദരിദ്രവുമായ ആദ്യപാഠങ്ങൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. Weak and beggarly elements. ആകയാൽ അജ്ഞത
ബലഹീനമാകുന്നു, ദരിദ്രമാകുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. Thus we understand ignorance is weak and beggarly in nature. ബുദ്ധിയിൽ വളർച്ചയില്ലാത്തവർ ദരിദ്രരാകുന്നു, ബലഹീനരാകുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. Those are not grown intellectually, they are poor and weak in the spirit. ഗലാത്യലേഖനം 4-ാം 9-ാം വാക്യം വായിച്ചു. Galatians chapter 4 verse number 9. ഇപ്പോഴോ ദൈവത്തെ അറിഞ്ഞും വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞുമിരിക്കെ നിങ്ങൾ പിന്നെയും ബലഹീനവും ദരിദ്രവുമായ ആദ്യ പാഠങ്ങളിലേക്ക് തിരിഞ്ഞ് അവയ്ക്ക് പുതുതായി അടിമപ്പെടുവാൻ ഇച്ഛിക്കുന്നത് എങ്ങനെ? ബലഹീനവും ദരിദ്രവുമായ ആദ്യ പാഠങ്ങൾക്ക് അടിമപ്പെട്ട് മനുഷ്യൻ ജീവിക്കുകയാണ് ചെയ്യുന്നത്. Man is enslaved to the weak and beggarly elements. ഈ ആദിപാഠങ്ങളെ തിരുവെടുത്ത് അടിസ്ഥാനമാക്കി പഠിക്കുമ്പോൾ രണ്ടായി നമുക്ക് തിരിക്കാൻ സാധിക്കും. In the light of the scripture, these beggarly elements can be categorized into two. മനുഷ്യനെ അടിമപ്പെടുത്തുന്ന രണ്ട് ആദിപാഠങ്ങൾ ഉണ്ടെന്ന് കാണുവാൻ സാധിക്കും. We understand two kinds of rudiments of the world which enslave man. ഒന്ന് ലോകത്തിന്റെ ആദിപാഠങ്ങൾ, One is the elements of the world. മറ്റ് രണ്ടാമത് ദൈവവചനത്തിന്റെ ആദിപാഠങ്ങൾ. The second one, elements of the word of God. ഇത് രണ്ടും ഒരർത്ഥത്തിൽ അടിമത്തമാണെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. To some extent, these two aspects are under bondage. ഒന്നാമത് ലോകത്തിന്റെ ആദിപാഠങ്ങൾക്ക് അടിമപ്പെട്ട് മനുഷ്യൻ The ജീവിക്കും. first thing, man is enslaved to the rudiments of the world. ഗലാത്യലേഖനം 4-ാം 3-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്കവിടെ ആ വാക്യം വായിക്കുവാൻ സാധിക്കുന്നു. Coming to Galatians chapter 4, the third verse, we understand the same. വിശുദ്ധ പൗലോസ് നമ്മെ ഇപ്രകാരം ഓർപ്പിക്കുന്നു. In the words of Saint Paul, നിങ്ങൾ ശിശുക്കളായിരുന്നപ്പോൾ while you were children, ലോകത്തിന്റെ ആദിപാഠങ്ങൾക്ക് അടിമപ്പെട്ട് നിങ്ങൾ ജീവിക്കുകയുണ്ടായി. you were in bondage under the elements of the world. വായിച്ചു നോക്കാം. ഗലാത്യലേഖനം 4-ാം വാക്യം വായിച്ചത്. അതുപോലെ നാമും ശിശുക്കളായിരുന്നപ്പോൾ ലോകത്തിന്റെ ആദ്യ പാഠങ്ങളിൽ കീഴ് അടിമപ്പെട്ടിരുന്നു. ലോകത്തിന്റെ ആദിപാഠങ്ങൾക്ക് കീഴ് അടിമപ്പെട്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. There was a time in which we were under bondage under the elements of the world. ദൈവം കൃപയാൽ അവിടെ നമ്മെ വിടുവിച്ചു. Mercifully, the Lord is delivered us therefrom. ഇന്ന് ലോകത്തിൽ കോടിക്കണക്കിന് മനുഷ്യർ ലോകത്തിന്റെ ആദിപാഠങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കുകയാണ് ചെയ്യുന്നത്. Today, crores of people in the world are enslaved to the elements of the world. എന്താണ് ലോകത്തിന്റെ ആദിപാഠങ്ങൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? What is meant by the elements of the world? കൊലോസ്യ ലേഖനം 2-ാം 8-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ Coming to Colossians chapter 2 verse number 8. വിശുദ്ധ പൗലോസ് അത് വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്ന കാണുവാൻ സാധിക്കും. Clear terms, Saint Paul speaks about the same. തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരെയും നിങ്ങളെ കവർന്നു കളയാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. You must be watchful lest you should be deceived by philosophy and vain thoughts. അത് മനുഷ്യരുടെ സമ്പ്രദായത്തിനൊത്തവണ്ണം ലോകത്തിന്റെ ആദ്യപാഠങ്ങൾക്കൊത്തവണ്ണമുള്ളതാകുന്നു. Based on the tradition and custom of the world that is practiced of the elements of the world. അത് ക്രിസ്തുവിനൊത്തവണ്ണമുള്ളതല്ല എന്ന് വിശുദ്ധ പൗലോസ് അവിടെ സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്. Saint Paul attempts to establish that is not after the manner of Christ. കൊലോസ്യ ലേഖനം 2-ാം 8-ാം വാക്യം വായിക്കാം. തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ കവർന്നു കളയാതെ ഇരിപ്പാൻ സൂക്ഷിപ്പിൻ. അത് മനുഷ്യരുടെ സമ്പ്രദായത്തിന് ഒത്തവണ്ണം ലോകത്തിന്റെ ആദ്യ പാഠങ്ങൾക്ക് ഒത്തവണ്ണം അല്ലാതെ ക്രിസ്തുവിന് ഒത്തവണ്ണമുള്ളതല്ല. അത് ലോകത്തിന്റെ ആദിപാഠം എന്ന് പറയുമ്പോൾ തത്വജ്ഞാനത്തിന്റെ വഞ്ചന എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. Therefore, elements of the world, we understand deceits of philosophy. ഇന്ന് ഒരു പരിധിവരെ നമ്മൾ ചിന്തിക്കുമ്പോൾ നിരീശ്വരവാദവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും. To some extent, that is connected to atheism. ലോകത്തിൽ എത്രയോ മനുഷ്യർ തത്വജ്ഞാനത്തിന് അടിമപ്പെട്ട് ദൈവമില്ല എന്നുള്ള വിശ്വാസത്തിന് അടിമപ്പെട്ട് ജീവിക്കുന്നു. In the present world, plenty of people are enslaved to the spirit of philosophy. They come to the thoughts there is no God. നിരീശ്വരവാദികളുടെ സമൂഹങ്ങൾ ലോകത്ത് വർദ്ധിച്ചു വരുന്ന കാണുവാൻ സാധിക്കും. In the present world, we notice the multiplicity of the number of the atheists. ഒരു പരിധിവരെ സംഗീതവുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുമ്പോഴാകുന്നു പിശാച് ഈ നിലവാരത്തിന്റെ ആശയവുമായി മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്നത്. To some extent, as people are related to music, the devil is injecting this spirit in human conscience. 20-ാം നൂറ്റാണ്ടിന്റെ പ്രാരംഭത്തിലാണ് ഈ തത്വചിന്ത ലോകത്തിൽ പ്രബലപ്പെടുവാനിടയായി തീർന്നത്. This at the beginning of the 20th century, this thought of philosophy came to get disseminated. പാശ്ചാത്യ നാടുകളിൽ ഇതിനെ ബീജാപാപം കൊടുത്തത് നിഷേ എന്ന് പറയുന്ന നിരീശ്വരവാദിയായിരുന്നു. Nietzsche is a philosopher who gave establishments in the Western countries. നിഷയെ തുടർന്ന് വില്യം ജോൺസ് അത് ഏറ്റെടുത്ത് ദൈവമില്ല എന്ന് After പ്രചരിപ്പിച്ചു. Nietzsche, William Jones said that there is no God. ലക്ഷക്കണക്കിന് യൗവനക്കാരെ തത്വജ്ഞാനത്തിന്റെ വലയിൽപ്പെടുത്തി അവരെ അടിമപ്പെടുത്തി കളഞ്ഞു. They enslaved under the mesh of the deceitful philosophy and they were branded under the thieves. അമേരിക്കയിലെ ന്യൂയോർക്കിലെ ഫൂഗർഫ റെയിൽവേ സ്റ്റേഷനുകളിൽ In America, the underground railway station in New York, വില്യം ജോൺസ് ഒരു സൈൻ ബോർഡ് സ്ഥാപിച്ചു. William Jones established a signboard. എന്തായിരുന്നു അതിൽ എഴുതിയിരുന്നറിയാമോ? You know what was the inscription? ദൈവം മരിച്ചുപോയി എന്ന്
എഴുതി ഒപ്പിട്ടിട്ട് വില്യം ജോൺസ് എന്ന് എഴുതി വെച്ചു. God is dead. He wrote his name and put the signature. William Johnson. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ കാൽവരി മരണത്തെ അപഹസിക്കുവാനാകുന്നു ദൈവം മരിച്ചുപോയി എന്ന് ഒപ്പ് വില്യം ജോൺസ് എന്ന് എഴുതി വെച്ചു. In order to mock the Lord Jesus Christ on the cross of Calvary, he wrote the statements and put his signature under which. എല്ലാ റെയിൽവേ സ്റ്റേഷനുകളിലും ഈ ബോർഡ് സ്ഥാപിച്ചു. In all railway stations, this board was installed. അല്പം ചില മാസങ്ങൾ കഴിയുന്നതിനകത്ത് A few months passed away. ഒരു അപകടത്തിൽ വില്യം ജോൺസ് കൊല്ലപ്പെട്ടു. He met with an accident. William Johnson passed away. ഒരു ദൈവഭക്തനായ മനുഷ്യനെ തിരിച്ചറിഞ്ഞിട്ട് A godly man identified this. വില്യം ജോൺസ് ഒപ്പിട്ടതായി ബോർഡുകൾ മുഴുവനും പെയിന്റ് അടിച്ചു മായിച്ചു. He just painted and blotted out all the inscriptions made by William Johnson. അതിനുശേഷം അവൻ അതിൽ ഇപ്രകാരം എഴുതി വെച്ചു. Thereafter, that man wrote there. വില്യം ജോൺസ് മരിച്ചു എന്ന ഒപ്പ് ദൈവം എന്ന് എഴുതി വെച്ചു. William Jones died, signature, and God survived. അങ്ങനെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, Beloved people of God listening to me, തത്വജ്ഞാനികൾ മരിച്ചു പോയേക്കാം. philosophers might die. പക്ഷെ ദൈവത്തിന് ഒരിക്കലും മാറ്റം സംഭവിക്കരുത്. God is quite unchanging. എന്താണ് അവർ ചെയ്യുന്നത്? What do? ദൈവമില്ല എന്നൊരു വിശ്വാസത്തിലേക്ക് മനുഷ്യനെ അവർ കൊണ്ടുവരുന്നത്. They push man under a faith in which they say there's no God. അമർത്യതയെ അവർ നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. They deny immortality. മരണാനന്തര ജീവിതത്തിൽ നിന്നും ജനത്തെ അവർ പിന്നിലേക്ക് വലിക്കുകയാണ് ചെയ്യുന്നത്. They want to draw back people from the thought there's no life after death. സ്വർഗം നഗരം ആദ്യ എല്ലാ വിഷയങ്ങളെയും അവർ നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. Heaven, hell, all these subjects are denied by them. മനുഷ്യന്റെ ദൈവം മനുഷ്യൻ തന്നെ എന്ന് അവരവരെ പഠിപ്പിക്കുന്നു. They teach that man is God to man. മനുഷ്യന്റെ ദൈവം മനുഷ്യൻ തന്നെ എന്ന് പഠിപ്പിച്ചു കഴിഞ്ഞാൽ, while teaching that man is God to man, സ്വർഗവും നരകവും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, once they attempt to establish there's no heaven and hell, ദൈവം ഇല്ലെന്ന് സ്ഥാപിച്ചു കഴിഞ്ഞാൽ, once they establish there's no God, മനുഷ്യൻ ഏത് പാപത്തിലും ജീവിക്കാം. man can lead any kind of sinful life. ഒരു ശിക്ഷാവിധിയെ കുറിച്ച് ഭയപ്പെടേണ്ടതില്ല. He didn't bother about punishment. ലോകത്തിൽ എത്രയോ കോടി മനുഷ്യർ ഈ നിലവാരത്തിൽ വഞ്ചിക്കപ്പെട്ട അടിമകളായി ജീവിക്കുന്നു. Trillions of people are deceived in the world in the present way, leading a sinful life. എന്നാൽ ഒരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. We must comprehend the truth. ഈ യുക്തിവാദികളുടെ അവസാനം എങ്ങനെയായിരുന്നു നമ്മൾ ചിന്തിച്ചു നോക്കണം. What was the sad end of the rationalists? ചരിത്രത്തെ സ്വാധീനിച്ച യുക്തിവാദികളുടെ ഒക്കെ അന്ത്യം വളരെ ദാരുണമായിരുന്നു കാണുവാൻ സാധിക്കും. Rationalists who influenced history had to undergo the hardest death. വോൾട്ടയറിന്റെ ചരിത്രത്തെ കുറിച്ച് നമ്മൾ വായിച്ചിട്ടുണ്ടല്ലോ. When we examine the history of Voltaire, തത്വചിന്തകനായ വോൾട്ടയർ പറഞ്ഞു, Voltaire the philosopher said, ഒരു 100 വർഷം കഴിയുമ്പോൾ after 1 century, വേദപുസ്തകം എന്ന് പറയുന്നത് മ്യൂസിയത്തിൽ കാണുന്ന ഒരു കാഴ്ച വസ്തുവായിരിക്കും. Bible shall be a copy that shall be available only in the museum. ക്രിസ്തീയ ദേവാലയങ്ങൾ വെറും കളിക്കളങ്ങൾ മാത്രമായി കാണപ്പെടുവാനിടയെത്തി. Christian temples, worship places shall be only sportive centers. എന്നാൽ വോൾട്ടയർ ഈ ലോകത്തുനിന്ന് കടന്നുപോയി. Voltaire had to bid farewell to this world. ഏറ്റവും ദാരുണവും ഹീനവുമായ ഒരു മരണമായിരുന്നു വോൾട്ടയറിന്റേത്. Voltaire underwent the most humiliating, most heinous death. അവനെ ശുശ്രൂഷിച്ച ഒരു യൂറോപ്യൻ നേഴ്സ് ഉണ്ടായിരുന്നു. A European nurse who attended him. യൂറോപ്യൻ നേഴ്സ് അവന്റെ മരണത്തിന് ശേഷം ഇപ്രകാരം മൊഴി കൊടുത്തു. After his death, that nurse testified, ഈ ലോകത്തിലെ മുഴുവൻ സമ്പത്തും എനിക്ക് തരാമെന്ന് പറഞ്ഞാലും ഒരു നിരീശ്വരവാദിയുടെ അന്ത്യത്തിൽ ഇനി ശുശ്രൂഷിക്കുവാൻ ഞാനില്ല. even if you are prepared to promise the end and wealth of this world and not to prepare to serve the end of an atheist in this world. വോൾട്ടയറിന്റെ അന്ത്യം അത്രമാത്രം ഹീനമായിരുന്നു. Such a wretched death Voltaire had to have. വോൾട്ടയർ മരിച്ചതിന് ശേഷം After the death of Voltaire, വോൾട്ടയറിന്റെ വീടും പ്രസ്സും ജനീവ ബൈബിൾ സൊസൈറ്റി വിലക്കെടുത്തു. his house and press that was hired for Geneva Bible Society. അവന്റെ പ്രസ്സിൽ ബൈബിൾ പ്രസിദ്ധീകരിക്കുവാൻ തുടങ്ങി. In his first copies of the Bible were published. അവന്റെ വീട് ബൈബിളിന്റെ സ്റ്റോക്ക് ഹോമായി മാറ്റപ്പെട്ടു. His house was converted to the Stockholm of copies of the Bible. വോൾട്ടയറിന് അവന്റെ സിദ്ധാന്തത്തിനോ ദൈവത്തെ തകർക്കുവാൻ കഴിഞ്ഞിട്ടില്ല. Neither Voltaire nor his philosophy could pervert the way of God. ചാൾസ് 8ാമൻ ചക്രവർത്തിയെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. We heard about Charles the 8th emperor. താൻ ഒരു കാലത്ത് നിരീശ്വരവാദിയായിരുന്നു. The time was he was an atheist. തന്റെ ഈ ജീവിതത്തിന്റെ അന്ത്യം വളരെ ദാരുണമായിരുന്നു കാണുവാൻ സാധിക്കും. His end was also most miserable. തന്റെ മരണസമയത്ത് താൻ അവസാനമായി പറഞ്ഞ വാക്യതാണ്. During the fact that he was alive, this is last statement he had taught. എത്ര കൊലപാതകങ്ങളും എത്ര രക്തച്ചൊരിച്ചിലുകളും ഞാൻ നടത്തിയിട്ടുണ്ട്. I committed plenty of murders, shed many blood. എത്ര ദുഷ്ട ആലോചനകൾ ഞാൻ നടത്തിയിട്ടുണ്ട്. I conspired plenty of conspiracies. ഞാൻ ആരാണെന്ന് എനിക്കറിയാം. I know who I am. എല്ലാം നഷ്ടപ്പെട്ടു. Everything is lost now. ഇത് പറഞ്ഞ് നിരാശനായി അവൻ ഈ ലോകം വിട്ട് കടന്നു. Telling this in a frustrated manner, he did travel to this world. നിരീശ്വരവാദിയായി ഹോപ്സ് അവന്റെ ജീവിതത്തിന്റെ അന്ത്യത്തിൽ ഞാൻ പറഞ്ഞു. Hobbes atheist during the final moments said so. നിത്യനാശത്തിന് വിധിക്കപ്പെട്ടവന്റെ വേദന ഞാൻ അനുഭവിച്ചറിയുന്നു. I experienced the pain of the one who is condemned to eternal punishment. നിത്യതയെ കുറിച്ച് ചിന്തിക്കാതിരിക്കുവാൻ എനിക്ക് മയക്കുമരുന്ന് തരുവീൻ. Come on, give me the drugs in order to keep
off from thinking about eternity. എന്റെ ആത്മാവ് ഭയങ്കരമായ ഇരുട്ടിലേക്ക് എടുത്തു ചാടുന്നു എന്ന് പറഞ്ഞിട്ടാണ് അവൻ ജീവനെ വെടിഞ്ഞത്. Telling that my soul is leaping in the everlasting darkness, he fell into this lie. മറ്റൊരു തത്വചിന്തകനായിരുന്നു ഒലിവർ ക്രോംവെൽ എന്ന് പറഞ്ഞിരിക്കുന്നു. Oliver Cromwell was another philosopher. അവന്റെ ജീവിതത്തിന്റെ അന്ത്യത്വം ഓടിയതായിരുന്നു. The final end was pitiable. ഓ പിശാച് എന്നെ വഞ്ചിച്ചു, ഞാൻ വഞ്ചിക്കപ്പെട്ടു പോയിരിക്കുന്നു. These are statements, the devil deceived me, I am tantalized. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, Well, brothers and sisters listening to me, നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിന്റെ ഉള്ളിലെങ്കിലും within the caverns of the conscience at least, ജീവിതത്തിന്റെ ഏതെങ്കിലും പ്രതിസന്ധി ഘട്ടത്തിൽ പോലും at least some crisis of your life, ദൈവമില്ല എന്നൊരു ചിന്ത നിങ്ങളുടെ ഉള്ളിൽ വന്നിട്ടുണ്ടെങ്കിൽ, did you ever have a thought there is no God? ജീവിക്കുന്നൊരു ദൈവമുണ്ടോ എന്നൊരു ചിന്ത നിങ്ങളുടെ ഉള്ളിൽ വന്നിട്ടുണ്ടെങ്കിൽ, Do you have the thoughts, is there any living God? ഇന്ന് രാത്രി ദൈവം നിങ്ങളെ തന്നെ ഏറ്റുപറയും. Tonight confess in the presence of God. കർത്താവേ, അതിന് അടിമത്തമായിരുന്നു ഞാൻ വിശ്വസിക്കുന്നത്. Oh Lord, I do believe I was in captivity then. അടിമത്തത്തിൽ തന്നെ വിടുവിക്കണമേ കർത്താവേ എന്ന് പറഞ്ഞാൽ, Oh Lord, deliver me from that captivity. അതിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, All of the people of God listening to me, ലോകത്തിന്റെ ആദ്യപാഠങ്ങൾ കടിമപ്പെട്ട് ലോകത്തിൽ മനുഷ്യൻ ജീവിക്കുന്നു. man is sensitive to the rudiments of the world, still under bondage. ഗലാത്യലേഖനം 4-ാം 9-10 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ, Galatians chapter 4 verses 9 and 10. മറ്റൊരു ലോകത്തിന്റെ ആദ്യപാഠത്തെ നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും. We read about another beggarly elements of the world. ആ ആദ്യപാഠവും അനേക മനുഷ്യരെ അടിമപ്പെടുത്തി വെച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. That is also bound many people. വിശുദ്ധ പൗലോസ് ലോകത്തിന്റെ അടിമത്തത്തെ കുറിച്ച് പറഞ്ഞിട്ട് പറയുകയാണ്, Saint Paul, after speaking about the rudiments of the world, adds, നിങ്ങൾ ദിവസങ്ങളും മാസങ്ങളും കാലങ്ങളും ആണ്ടുകളും പ്രമാണിക്കും. and you are observing days, months, seasons and years. ഞാൻ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചത് വെറുതെ ആയിപ്പോയോ? My labor that ends in vain. അത് ലോകത്തിന്റെ ആദ്യപാഠങ്ങൾക്ക് കീഴ്പ്പെട്ടിരിക്കുന്ന മനുഷ്യരാണത് ചെയ്യുന്നത്. The man who is enslaved to the rudiments of the world practices this. അവർ ദിവസങ്ങളെ ആചരിക്കുന്നു, He observes days, മാസങ്ങളെ ആചരിക്കുന്നു, observes months, ആണ്ടുകളെ ആചരിക്കുന്നു, observes years, ഓ കാലങ്ങളെ വർഷങ്ങളെ ആചരിക്കുകയാണ് ചെയ്യുന്നത്. and observes seasons and times. സപ്തതി ആചരിക്കുന്നവരെ നമുക്കറിയാൻ സാധിക്കും. സപ്തതി He follows his centenary celebration. ഷഷ്ടിപൂർത്തി ആചരിക്കുന്നവരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. Observes 60th and 70th year celebration. മരണ ദിവസത്തിന്റെ ഓർമ്മ പുതുക്കി ആചരിക്കുന്നവരെ കാണുവാൻ സാധിക്കും. Renewing the 10th anniversary. ജനനത്തിരുന്നാൾ ആചരിക്കുന്നവരെ കാണുവാൻ സാധിക്കും. Renewing their birth rate. ഓ ദിവസങ്ങളും മാസങ്ങളും ആണ്ടുകളും കാലങ്ങളും അവർ ആചരിക്കുകയാണ് ചെയ്യുന്നത്. Observe the days, the months, the times and the years. അത് ബലഹീനവും ദരിദ്രവുമായ ലോകത്തിന്റെ ആദ്യ പാഠങ്ങളാകുന്നു. They are beggarly, weak elements which are the rudiments of the world. ക്രിസ്തീയ ഗോളത്തിലും ഇതിനടിമപ്പെട്ട് ജീവിക്കുന്ന അനേകരെ കാണുവാൻ The സാധിക്കും. Christian world too, we come across plenty of people who are under the still bondage. പ്രിയ സഹോദരി സഹോദരന്മാരെ, അടിമത്തത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കും. All brothers and sisters, be delivered from this bondage. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് പിശാചാകുന്ന യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കുക. You must understand the truth. There's a devilish force which is walking behind this. നമ്മുടെ കർത്താവ് എന്താണ് ആഗ്രഹിക്കുന്നത്? What's the desire of our Lord? ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ അവൻ മനുഷ്യപുത്രന്മാരെ ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുക. The Lord is, behold, the sons of man to understand. Is any wise man who is seeking God? ഇന്ന് രാത്രി പള്ളിപ്പാട്ട് ദേശത്തേക്കും ദൈവം നോക്കിക്കൊണ്ടേയിരിക്കുകയാണ്. Tonight, the Lord is even observing the land of Pallipad. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് ദൈവം The നോക്കിക്കൊണ്ടിരിക്കുക. Lord is searching. Is there any wise man who is seeking after God? ലോകം പറയുന്നു തത്വജ്ഞാനിയാകുന്നു ബുദ്ധിമാൻ എന്ന് പറയുന്നു. The world says that philosopher is a wise man. എന്നാൽ ദൈവം പറയുന്നു ദൈവത്തെ അന്വേഷിക്കുന്നവനാണ് ബുദ്ധിമാൻ. But God says he that seeks God is really wise in the sight of God. തിരുവഴുത്തിൽ യാഥാർത്ഥ്യം പറയുന്നു. The word of God speaks the truth. ദൈവത്തെ അറിയാതെ ലോകത്തിൽ ദൈവത്തെ തള്ളിക്കളഞ്ഞിട്ട് ജീവിക്കുന്നവർ നരകത്തിലേക്ക് പ്രയാണം ചെയ്യുമ്പോൾ, Without knowing God, people who deny the existence of God plunge into hell. ബുദ്ധിമാന്റെ ജീവിതയാത്ര മേലോട്ടാകുന്നു. The wise man makes a journey above. അവർ കീഴെയുള്ള പാതാളത്തെ ഒഴിഞ്ഞു പോകുന്നു. He escapes hell that's below. അതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് നമ്മെ പ്രബോധിപ്പിക്കുന്നത്. Therefore the Spirit of God exhorts us. കൊലോസ്യലേഖനം 2-20 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, Epistle of Colossians chapter 2 verse number 20. നാം ക്രിസ്തുവിനോടുകൂടെ ലോകത്തിന്റെ ആദിപാഠങ്ങൾ സംബന്ധിച്ച് മരിച്ചവരായിരിക്കും. We are dead with the Christ concerning the rudiments of the world. ആകയാൽ ഒരു വിശ്വാസി, ഒരു ദൈവപൈതൽ ലോകത്തിന്റെ ആദിപാഠങ്ങൾ സംബന്ധിച്ച് മരിച്ചവനായിരിക്കണം എന്ന് വായിക്കും. Touching the rudiments of the world, a believer, a child of God should be dead with Christ. അവൻ നാളുകളും മാസങ്ങളും ആണ്ടുകളും കാലങ്ങളും ആചരിക്കുന്നവനായി തീരരുത്. He should not observe the days, the months, the seasons and years. അവന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ പോലും ദൈവത്തിന്റെ അസ്തിത്വത്തെ കുറിച്ചൊരു സംശയം ഉരുവായി വരുവാനിടയാവരുത്. At least with the covers of the conscience, he must not become skeptical concerning the existence of God. മനുഷ്യനെ അടിമപ്പെടുത്തുന്ന മറ്റൊരു ആദിപാഠത്തെ കുറിച്ച് തിരുവെടുത്ത് പഠിപ്പിക്കുന്നു. What God speaks about are the beggarly elements, which is enslaving man. അത്
ഉപദേശത്തിന്റെ ആദിപാഠങ്ങൾ എന്ന് കാണുവാൻ സാധിക്കും. That is the elements of the doctrines. അനേക വിശ്വാസികളെ ദൈവമക്കളും ഉപദേശത്തിന്റെ ആദിപാഠങ്ങൾക്ക് അടിമപ്പെട്ടിരിക്കുന്ന കാണുവാൻ സാധിക്കും. Many believers, many people have got enslaved to the elementary aspects of the doctrines of God. എബ്രായലേഖനം 5-ാം 12-13 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ Hebrews chapter 5 verses 12 and 13. അവിടെ വിശുദ്ധ പൗലോസ് പ്രകാരം പറയുകയാണ്, In the words of Saint Paul, കാലം നോക്കിയാൽ when we are so the time, നിങ്ങൾ പലരും ഉപദേഷ്ടാക്കന്മാരായിരിക്കണം. we must become teachers. പക്ഷെ ഇപ്പോഴും നിങ്ങൾ ഉപദേശത്തിന്റെ ആദിപാഠങ്ങൾ പഠിപ്പിക്കേണ്ട ആവശ്യമാണ്. But now you have to learn the principles of the oracles of God. കട്ടിയായുള്ള ആഹാരമല്ല, പാലത്രേ നിങ്ങൾക്ക് ആവശ്യമായിരിക്കും. You are the milk, not the sound meat. പാൽ കുടിക്കുന്നവരൊന്നും നീതിയുടെ വചനത്തിൽ പരിചയമുള്ളവനല്ല. Those who drink milk, they are not exercised in the righteous word of God. അവൻ ശിശുവല്ലോ എന്ന് പറഞ്ഞിരിക്കുന്നു. He is simply a babe. ആർക്കാണ് കട്ടിയായുള്ള ആഹാരം ലഭിക്കേണ്ടത്? Who is in need of strong meat? തഴക്കത്താൽ അഭ്യസിച്ച ഇന്ദ്രിയങ്ങളുള്ളവരായി പ്രായം തികഞ്ഞവർക്ക്. Those who have senses exercised and attained perfect manship. ആ വാക്യം നമ്മൾ പഠിക്കുമ്പോൾ When we read about the same, ഉപദേശത്തിന്റെ ആദ്യപാഠത്തെ കുറിച്ച് കാണുവാൻ സാധിക്കും. we read about the elements of the principles of the doctrine. രക്ഷിക്കപ്പെട്ട അനേക ദൈവമക്കൾ ഉപദേശത്തിന്റെ ആദിപാഠങ്ങളിൽ കുരുങ്ങിക്കിടക്കി. Today many saved people are entangled under the principles of the oracles of God. മാനസാന്തരപ്പെട്ടു, അത് മതിയെന്നാ ചിന്തിക്കുന്നത്. They feel that it is enough because we are repented. സ്നാനമെടുത്തു, അത് മതിയെന്നാ ചിന്തിക്കുന്നത്. They are satisfied with the baptism only. ആത്മാവിനെ പ്രാപിച്ചു, അത് മതിയെന്നാ ചിന്തിക്കുന്നത്. They see the anointing, they are very much contented with it. വിശ്വാസിയാകുന്നു, അത് മതിയെന്നാണ് ചിന്തിക്കുന്നത്. They feel they are believers, they are very much satisfied. ആ നിലവാരത്തിൽ നമ്മൾ ചിന്തിക്കുന്നെങ്കിൽ ഇപ്പോഴും ഉപദേശത്തിന്റെ ആദിപാഠത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ്. If you think in such a capacity, today we are entangled under the principles of the oracles of God. ആർക്കും കട്ടിയായുള്ള ആഹാരം അങ്ങോട്ട് പ്രാപിക്കാൻ താല്പര്യമില്ല. Nobody is interested to have sound meat today. പലപ്പോഴും പ്രസംഗം കേൾക്കുമ്പോൾ പറയും അല്പം കട്ടിയായി പോയെന്ന് പറയും. On many occasions there is a message they say it is a sound doctrine. എന്താ അതിന്റെ അർത്ഥം എന്നറിയാമോ? You know what's the meaning? ഇപ്പോഴും ശിശുക്കളാണ്. Even though you are babes, അവർക്ക് പാലാണ് വേണ്ടിയിരിക്കുന്നത്. they want to have milk only. നീതിയുടെ വചനത്തിൽ അവർക്ക് പരിചയം വന്നിട്ടില്ല. They not exercise in the righteous word of God. അവിടെ ഇന്ദ്രിയങ്ങൾക്ക് തഴക്കം വന്നിട്ടില്ല. Their senses are not exercised. ആകയാൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, Beloved people of God, നമ്മൾ ആ അവസ്ഥയിൽ നിന്ന് മുന്നോട്ട് വരേണ്ടിയിരിക്കുന്നു. it is obligatory we must attain progress. ഏതാണ് ഉപദേശത്തിന്റെ ആദ്യ പാഠം എന്ന് പറയുന്നത്? Which is the first principle of the oracle of God. എബ്രായലേഖനം 6-1-2 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ Coming to Hebrews chapter 6, the first 2 verses. വിശുദ്ധ പൗലോസ് അവിടെ നമ്മെ ഓർപ്പിക്കുകയാണ് ചെയ്യുന്നത്. In the verse of Saint Paul there, എബ്രായലേഖനം 6-1-2 വാക്യം വായിച്ചു. read such a passage. അതുകൊണ്ട് നിർജീവ പ്രവൃത്തികളെ കുറിച്ചുള്ള മാനസാന്തരം, ദൈവത്തിങ്കലെ വിശ്വാസം, സ്നാനങ്ങളെ കുറിച്ചുള്ള ഉപദേശം, കൈവപ്പ്, മരിച്ചവരുടെ പുനരുത്ഥാനം, നിത്യശിക്ഷാവിധി എന്നിങ്ങനെയുള്ള അടിസ്ഥാനം പിന്നെയും ഇടാതെ നാം ക്രിസ്തുവിനെ കുറിച്ചുള്ള ആദ്യ വചനം വിട്ട് പരിജ്ഞാന പൂർത്തി പ്രാപിപ്പാൻ ശ്രമിക്കുക. പരിജ്ഞാനപൂർത്തി പ്രാപിക്കുവാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞിരിക്കുന്നു. We must live the principles of the doctrine of Christ and move unto perfection. ഇവിടെ ആദ്യം ചില പ്രമാണങ്ങളെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. Some doctrines are highlighted first. അതുകൊണ്ട് നിർജീവ പ്രവൃത്തികളെ കുറിച്ചുള്ള മാനസാന്തരം, Repentance from dead works, ദൈവത്തിങ്കലെ വിശ്വാസം, faith upon God, സ്നാനങ്ങളെ കുറിച്ചുള്ള ഉപദേശം, doctrine of baptism, അത് ജലസ്നാനവും പരിശുദ്ധാത്മ സ്നാനവും, that's the baptism the Holy Ghost, കൈവപ്പ്, handing upon, laying the hand, മരിച്ചവരുടെ പുനരുത്ഥാനം, resurrection of the dead, നിത്യശിക്ഷാവിധി, eternal judgment. ഇതൊക്കെ അടിസ്ഥാന ഉപദേശങ്ങളാകുന്നു. All these are the fundamental doctrines. ഇതൊക്കെ വിട്ട് എന്ന് പറയുമ്പോൾ എന്താണ് അർത്ഥമാക്കുന്നത്? Leaving them, what's the meaning? ഇത് എന്നേക്കുമായിട്ട് വിട്ട് കളയണമെന്നല്ല. Do not give up forever. ഇത് നമുക്ക് വേണ്ട എന്നുള്ളതല്ല. Do not deny. ഇത് അടിസ്ഥാനം മാത്രമാകുന്നു. They are only the foundation. ഈ അടിസ്ഥാനത്തിൽ നമ്മൾ ഒരു വലിയ കെട്ടിടമായിട്ട് വളരേണ്ടിയിരിക്കുന്നു. Upon this foundation, we must grow as a superstructure. അനേക ദൈവമക്കൾ അടിസ്ഥാനത്തിൽ ഇങ്ങനെ കുരുങ്ങിക്കിടക്കുകയാണ് ചെയ്യുന്നത്. Today, many people are entangled upon the foundation only. അപ്പോൾ അടിസ്ഥാനം പോലും ഇല്ലാത്തവരുടെ ഗതികേട് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം. Meanwhile, think about the desperate state of the people lacking even the foundation. ഇതുവരെയും നിർജീവ പ്രവൃത്തികളിൽ നിന്ന് മാനസാന്തരപ്പെട്ടിട്ടില്ലാത്തവർ, So far, those who are not repented from the dead works. യേശുക്രിസ്തുവിൽ വിശ്വസിച്ചിട്ടില്ലാത്തവർ, So far, those who do not believe on Jesus Christ. വിശ്വസിച്ച് ജലസ്നാനം സ്വീകരിച്ചിട്ടില്ലാത്തവർ, So far, those who have been taken water baptism after faith. വിശ്വസിച്ച് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിട്ടില്ലാത്തവർ, Those who receive the anointing of the Holy Ghost after faith. കൈവപ്പിന്റെ ഉപദേശം പ്രാപിച്ചിട്ടില്ലാത്തവർ, Those who attained the doctrine of laying the hands. മരിച്ചവരുടെ പുനരുത്ഥാനത്തെ കുറിച്ച് അറിവില്ലാത്തവർ, Those who do not have the proper knowledge about the resurrection of the dead. അന്തിമ ന്യായവിധിയുടെ ഉപദേശം അറിഞ്ഞിട്ടില്ലാത്തവർ, Those who have comments me concerning the eternal judgment. അനേകർ ഈ നിലവാരത്തിൽ ക്രിസ്ത്യാനികളാണെന്ന് പറഞ്ഞ് ജീവിക്കുന്നുണ്ട്. Claiming to be Christians, many people are degraded so today. പല സമുദായത്തിന്റെ ആചാര്യന്മാർക്ക് പോലും ഇത് സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ള അറിവില്ല. Many harbingers of many denominations do not have a
clear-cut understanding concerning these doctrines. ഒരിക്കൽ അഞ്ചൽ നിന്ന് ഞാൻ കൊളത്തൂപ്പുഴയിലേക്ക് ഒരു സ്വകാര്യ ബസ്സിൽ യാത്ര ചെയ്ത് പോകുമ്പോൾ Conviction has undertaken a travel to Kulathupura in a private bus. എന്റെ സഹപാഠിയായിരുന്ന ഒരു പുരോഹിതൻ ആ വാഹനത്തിൽ കയറുവാനിടയേറ്റു. A fellow Jordan, a priest also boarded that vehicle. തന്റെ അടുക്കൽ എന്റെ അടുക്കൽ വന്നിരുന്നു. He came and seated beside me. ഞങ്ങൾ കുറെ നേരം അല്പനേരം സംസാരിക്കാനിടയേറ്റു. For a short while we engaged in discourse. അതിനുശേഷം താൻ എന്നോടൊരു കാര്യം ആവശ്യപ്പെട്ടു. Thereafter he made demands. ഈ 1000 ആണ്ട് വാഴ്ച എന്താണെന്നാൽ ഒന്ന് പഠിപ്പിക്കണമെന്ന് ചോദിച്ചു. Will you please teach me what's meant by the millennial rule? എന്താണ് ഈ 1000 ആണ്ട് വാഴ്ച? What is meant by the millennial rule? അതെന്താണ് നടക്കാൻ പോകുന്നത്? When is that going to take place? അതെവിടെയാണ് നടക്കാൻ പോകുന്നത്? When is that going to take place? എനിക്ക് അതിനെ സംബന്ധിച്ച് യാതൊരു അറിവുമില്ല. Absolutely is ignorance about that subject. പക്ഷെ കേരളത്തിൽ പ്രമുഖ ക്രിസ്തീയ സഭയുടെ പുരോഹിതനായി ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുക. Now he is officiating as a priest of a reputed denomination in Kerala. ആകയാൽ ഇത് അടിസ്ഥാനമാണെന്ന് മനസ്സിലാക്കിക്കൊള്ളണം. Therefore you must understand this is only the foundation. പ്രിയപ്പെട്ട ദൈവമക്കളെ, അടിസ്ഥാനമില്ലെങ്കിൽ കെട്ടിടം നിലനിൽക്കത്തില്ല. Valuable people of God, without foundation the superstructure will not survive. അതുകൊണ്ട് പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുക, മാനസാന്തരപ്പെടുക, അത് അടിസ്ഥാനമാണ്. Therefore repent, confess, forsake.